ആൽബംസാണ്. ഇപ്പൊ ഗൈസ് ഇന്ന് പപ്പയുടെയും മമ്മിയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ്, 26ാമത്തെ വെഡിങ് ആനിവേഴ്സറി. അപ്പം അതുകൊണ്ട് നമ്മളൊരു തെൽപ്പതി ചാലഞ്ച് തയ്യാറാക്കിയിട്ടുണ്ട്. 10 ക്വസ്റ്റ്യൻസ്. ഇവരോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. തെൽപ്പതി ചാലഞ്ച് എന്താന്ന് എല്ലാവർക്കും അറിയായിരുന്നു. നമ്പർ 1, ഫേവറേറ്റ് മൂവി. അമ്മയുടെ ഫേവറേറ്റ് മൂവി. 3 ഓപ്ഷൻസ് തരാം. ഇതിലേതാന്ന് പപ്പ പറയണം. അമ്മക്ക് ഏത് മൂവിയാണോ ഇഷ്ടം അത് അമ്മയുടെ മൂവി തന്നെ നമുക്ക് ഇഷ്ടമുള്ള പറയും. ആദ്യത്തേത് ആകാശദൂത്, രണ്ടാമത്തേത് കല്യാണരാമൻ, മൂന്നാമത്തേത് വന്ദനം. ഓക്കെ, അമ്മ പേപ്പർ തിരിച്ചോ. അമ്മ കല്യാണരാമൻ. പപ്പ തിരിച്ചോ പേപ്പർ. കല്യാണരാമൻ. ഫസ്റ്റ് പോയിന്റ് കിട്ടിയിരിക്കുന്നത് ആർക്കാണ്? പപ്പ. ഓക്കെ, ഇനി ഈ ഒരേ ക്വസ്റ്റ്യൻ തന്നെ അമ്മയോട് കഴിഞ്ഞല്ലേ? ഓക്കെ, അത് മേലെ തിരിക്കണ്ടേ? ഓ, അവിടെയും ഒരു തെൽപ്പതി. ഡ്രീം ട്രാവൽ ഡെസ്റ്റിനേഷൻ. 3 ഓപ്ഷൻസ് ഉണ്ട്. സ്വിറ്റ്സർലൻഡ്, ബാലി, മാൽഡീവ്സ്. അമ്മയുടെയാണ് പപ്പ പറയുന്നത്. അമ്മ എഴുതിയിരിക്കുന്നത് സ്വിറ്റ്സർലൻഡ്. പപ്പ സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലൻഡിന്റെ പച്ചപ്പ്, മനോഹാരിത, അവിടുത്തെ സമൃദ്ധി. ഓക്കെ, അപ്പൊ ഇത് തന്നെ പപ്പയുടെ. പപ്പ എഴുതിയിരിക്കുന്നത് അമ്മയുടെ കാണിച്ച്. പപ്പ എന്റെ കൂടെ പോരുമെന്ന് ഞാൻ വിചാരിച്ചു. നാച്ചുറലിസ്റ്റ് ആയതുകൊണ്ട് എൻവയോൺമെന്റലിസ്റ്റ് ആയത്. 2000 years later. തേർഡ് ക്വസ്റ്റ്യൻ ഫേവറേറ്റ് സോങ് ആണ്. പപ്പയുടേതാണ് അമ്മ പറയേണ്ടത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്തെന്നും വന്നില്ല. സെക്കൻഡ് വൺ കരിമിഴി കുരുവിയെ കണ്ടില്ല. തേർഡ് വൺ വൈശാഖ സന്ധ്യ. ഇതില് ജോഷിന്റെ ഫേവറേറ്റ് ആണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. കാണിച്ചോ പപ്പ തിരിച്ചോ. വൈശാഖ സന്ധ്യ. എന്നോടൊന്നും ചൊല്ലില്ല അനുരാഗം വീട്ടും ഗന്ധർവൻ. അത് കാണിച്ചു. അമ്മ എഴുതിയില്ലേ കരിമിഴിക്കുരി? അപ്പൊ തോറ്റു. എന്തെന്നും വന്നില്ല. ചെസ് നമ്പർ 300. ജോഷിലൊരു ക്യാമിയോ പാട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ഇതിന് ഓപ്ഷൻസ് ഇല്ലേ? ദ മോസ്റ്റ് മെമ്മറബിൾ ഡേ ആഫ്റ്റർ വെഡിങ്. ഓ, തീ. പപ്പയ്ക്ക് കല്യാണത്തിന് ശേഷം ഓർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസവും ഇല്ലെന്നാ തോന്നുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. കൈ മാറ്റിക്കേ. അമ്മയുടെ കാണിച്ചിട്ട് കൃപാസ് ബർത്ത്ഡേ, ഞാൻ ഉണ്ടായ ദിവസം. அப்ப நான் பொட்டனா?
തിരയാ താളമില്ല കൃപാസ് ബർത്ത്ഡേ ജോഷ നീയൊന്നും നോക്കാം. ഓക്കെ അമ്മ എന്റെ ബർത്ത്ഡേ. ഇനിയൊരു കാര്യമില്ല തുടങ്ങിക്കോ. ഇത് പൊച്ചു. പപ്പ ഇത് കഴിഞ്ഞില്ലേ guys? പപ്പയുടെ കഴിഞ്ഞ്. പപ്പയുടെ കഴിഞ്ഞ്. അഡ്മിഷനോ? പക്ഷെ അത് നമ്മള് ഓക്കെ, നിങ്ങള് രണ്ടുപേരും ഒരുമിച്ച് പോയിട്ടുള്ള യാത്രയില് ഏറ്റവും ഫേവറേറ്റ് പ്ലേസ്? ഇനി ഇവരെവിടെ എത്ര യാത്ര പോയിട്ടുള്ളേ? അമ്മക്ക് ഏറ്റവും നിങ്ങളുടെ ഒരുമിച്ച് പോയാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എവിടെ? മാനത്തൂർ പോയ സ്ഥലം, അവിടുത്തെ കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് പോയത്. അത് അത് തന്നെയാ. ഓ അത് സെയിം ആയിട്ട് വന്നു. റിസോർട്ട് എന്നാ പപ്പ എഴുതിയേ. ഓക്കെ, ഇനി പപ്പയുടെ അമ്മ ഏതാണ്? പപ്പയുടെ പപ്പ ഏതാണ്? ഞാൻ അത് തന്നെ എഴുതിയത്. ഓ ഓ ഞാൻ വഴി തെറ്റിക്കാൻ ജോഷ് വഴി തെറ്റിക്കാൻ നോക്കിയിട്ട് ഒരു വഴി തെറ്റിയില്ല. അടി പറതാതെയോ എന്റെ പക്ഷെ അടി നിങ്ങളുടെ ഓർമ്മയിൽ ആരാണ് ആദ്യത്തെ ഗിഫ്റ്റ് കൊടുത്തത്? എന്തായിരുന്നു gift? അത് വേണമെങ്കിൽ രണ്ടുപേർക്കും എഴുതാം. ആ. Yeah. അത് ഇതൊക്കെ എന്റെ ഏട്ടായിനോട് ചോദിക്കാം. അമ്മ എഴുതി കഴിഞ്ഞല്ലോ അല്ലേ? എന്താ എഴുതി വെച്ചേക്കുന്നത്? ഓ ഓക്കെ. പീച്ച് സാരി. ആരാന്നും കൂടെ എഴുതമ്മേ. ആ ഓ അതും കറക്റ്റാ. എനിക്ക് വയ്യ. ആ സാരി ഇപ്പോഴും ഉണ്ടോ? എടുത്തോണ്ട് വരണോ? Scene ആട്ടോ ഇവര്. ജനുവരിയിലെ കല്യാണം. അപ്പൊ ഡിസംബറില് അമ്മയുടെ ബർത്ത്ഡേ വന്നല്ലോ. അപ്പൊ തിരുവനന്തപുരത്ത് പോയതായിരുന്നു. അപ്പൊ അവിടുന്ന് ഒരു കസവുള്ള ഒരു കോട്ടൺ സാരി, നല്ലൊരു പീച്ച് കളറുള്ള സാരി. അപ്പന്റെ 90s റിസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അടുത്ത ദിവസം creepy ആയി. ഓക്കെ അമ്മയ്ക്ക് ഒരു സൂപ്പർ പവർ കിട്ടുവാണെങ്കിൽ അമ്മ ഏത് ഈ പറയുന്ന ഓപ്ഷൻസിൽ ചൂസ് ചെയ്യുന്ന പപ്പ ഗസ് ചെയ്യണം. ഓക്കെ, ഏതൊക്കെയാ ഓപ്ഷൻസ് സാർ? അത് നീ പറഞ്ഞു. ഇൻവിസിബിലിറ്റി, ഓക്കെ, ട്രാവൽ, ടൈം ട്രാവൽ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തോട്ട്. മറ്റേത് മൈൻഡ് റീഡ്. മൈൻഡ് റീഡിങ്, ഒരാളുടെ മനസ്സ് വായിക്കാൻ പറ്റും. ഓക്കെ, അമ്മ എഴുതിയോ? ഓക്കെ, കാണിക്കേ. ഇനി അത് തിരിച്ച് അല്ലേ? പപ്പ ഏത് ചൂസ് ചെയ്യാതിരിക്കുമെന്ന അമ്മ പറയണം. ഓ സോറി, തെറ്റി. ബാക്ക് ടു ടൈം ട്രാവൽ. സോറി, ഹീസ് നോ മോർ. ബിഗസ്റ്റ് ഫിയർ. പപ്പയുടെ അമ്മ എഴുതണം. പപ്പയുടെ ബിഗസ്റ്റ് ഫിയർ, പേടി എന്നതാണ്. രോഗം വരുന്നതും ക്ഷുദ്രജീവി. പാമ്പ്. ആ കറക്റ്റാ. അതെ, പക്ഷെ അത് ബിഗസ്റ്റ് ഫിയർ ആ ചോദിക്കുന്നത്. കളയണം ഓക്കെ, പേടിയൊക്കെ വിറ്റ് കളയണം. ഫേവറേറ്റ് ഡെസേർട്ട്. Dessert. അമ്മയുടേത് പപ്പ പറയണം. ഓപ്ഷൻസ് ഉണ്ട്: ഫ്രൂട്ട് സലാഡ്, പുഡിങ്, ഐസ്ക്രീം. പോവോ എന്നുള്ളതാണ്. നോക്കട്ടെ. പുഡിങ്. തോറ്റു ഗൈസ്, ഇവർ തോറ്റു. ഫ്രൂട്ട് സാലഡ്. ഇനി പപ്പയുടേത് അമ്മ. ഫുഡല്ലോ. ക്രീം ഇഷ്ടമാണ്, പക്ഷെ പപ്പയ്ക്ക് ഞാൻ ഐസ്ക്രീം ആയിരുന്നു. പപ്പ എവിടെ പോയാലും ഐസ്ക്രീം. ഈയിടെ എല്ലാം മാംഗോ ഐസ്ക്രീം മേടിച്ചു മാത്രം തിന്നുമായിരുന്നു. ഐസ്ക്രീം, ഫ്രൂട്ട് സാലഡ്. സിമ്പിൾ ആണ്. Oh. And ഫൈനൽ ക്വസ്റ്റ്യൻ. ഫൈനൽ ക്വസ്റ്റ്യൻ. ഐസ്ക്രീം ഫ്ലേവർ. സിമ്പിൾ ആണ്. ഫേവറേറ്റ് ഐസ്ക്രീം ഫ്ലേവർ. ഇതിന് പപ്പയുടേത് അമ്മ എഴുതണേ. പപ്പയുടേത് അമ്മ. പപ്പയുടേതാണ്.
നോക്കട്ടെ. പപ്പയുടെ. ബട്ടർ സ്കോച്ച്, രണ്ടുപേരും ബട്ടർ സ്കോച്ച്. ഓക്കെ ഇനി അമ്മയുടെ. ഇറ്റ്സ് ലൈക്ക് സിമ്പിൾ. അതും സെയിം തന്നെയല്ലേ, അവർക്ക് തന്നെ അറിയാം. സെയിം സാധനം. അതും ബട്ടർ സ്കോച്ച്. അതിനിപ്പോ നമ്മള് കാണിക്കേണ്ട ആവശ്യമില്ല, സെയിമാ. പപ്പ ജയിച്ചു. The results are out. ആരാണ് വിജയിക്കുന്നത് അയാളുടെ കൈയായിരിക്കും ഞാൻ പൊക്കാൻ പോകുന്നത്. ലോകത്തിൽ കളി അറിയാതെ എനിക്ക് ഏറ്റവും വലിയ ടെൻഷന്റെ സമയം. എന്നെ പൊക്കുന്നു. Ashley talks though. ഒരു മാർക്കിനെ പോയത്. But അറിഞ്ഞുകൊണ്ട് തോറ്റു കൊടുത്ത. what do you know by one? എന്റെ ഭാര്യ ജയിക്കാൻ അറിഞ്ഞുകൊണ്ട് തോറ്റു കൊടുത്ത ഇന്നെങ്കിലും കളകളില്ല. ഈ ക്യാമറാമാൻ ആരായിരുന്നു എന്ന് നോക്കൂ, നമ്മുടെ ക്രീപ്പി. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഔട്ട്ലോ പറയാം. Guys, അപ്പൊ ഇത് നമ്മളെ ഒരു കുഞ്ഞി തെളിപ്പതിയല്ല. ഓക്കെ. ഈ പെണ്ണിനെ എന്നെ കളിയാക്കാൻ മാത്രമേ സമയമുള്ളൂ. അപ്പൊ നിന്റെ മുഖം പോലും ഇല്ല. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ ഒരു കിടുക്കാശി വീഡിയോയുമായി വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സൈനിങ് ഓഫ്.